സംക്ഷിപ്തദുർജയ വിഭൂതിബലം തതസ്ത്വാം ദൃഷ്ട്വാഥ തോയസുമമാല്യമുഖോപഹാരേ സംപൂജ്യ നിർജരഗണാ നരദോ സസിദ്ധ ശംഖാരവേർ മധുരകീർത്തനവാദ്യഘോഷൈ. പിന്നീട് തൻ്റെ ദുർജയമായ വിശ്വരൂപത്തെ ചുരുക്കിയ അങ്ങേ കണ്ട ദേവന്മാർ പുഷ്പങ്ങൾ, മാലകൾ മുതലായ ഉപഹാരങ്ങളോടുകൂടി പൂജിക്കുകയും ശുദ്ധന്മാരോടൊപ്പം ശംഖനാദം, മധുരമായ കീർത്തനങ്ങൾ, വാദ്യഘോഷം എന്നിവയോടുകൂടി നൃത്തം ചെയ്യുകയും ചെയ്തു. സർവവും പദദ്വയം കൊണ്ട് തന്നെ അളന്നു കഴിഞ്ഞ ശേഷം ഭഗവാൻ തൻ്റെ വിശ്വരൂപത്തെ ചുരുക്കി. അവിടുന്ന് പഴയതുപോലെ വാമനമൂർത്തി തന്നെയായി മാറി. അപ്പോൾ ബ്രഹ്മാദികളായ ലോകനാഥന്മാരും ദേവന്മാരും മറ്റും ഭഗവാനെ അനേകം ഉപഹാരങ്ങൾ സമർപ്പിച്ച് പൂജിക്കുകയും ആനന്ദനൃത്തം ചെയ്യുകയും ചെയ്ത് ഭഗവത് വിജയോത്സവത്തെ ആഘോഷിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.